നീലക്കണ്ണുള്ള പെൺകുട്ടിയുടെ വിവാഹം നടത്തി CPM നേതാക്കന്മാർ വെട്ടിലായി. CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ്റെയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെയും A. റഹീം MP.യുടെയും സാന്നിധ്യത്തിലാണ് നീലക്കണ്ണുള്ള പെൺകുട്ടിയുടെ വിവാഹം നടന്നത്. അരുമാനൂർ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ആ വിവാഹം. ആ വിവാഹത്തിലെ പെൺകുട്ടി കുംഭമേള താരമാണ്. ആ പെൺകുട്ടിയുടെ കണ്ണുകൾ എല്ലാവരെയും ആകർഷിച്ചു. കുംഭമേളയിലെ അവിടെ മാലകളും മറ്റും വിറ്റു നടന്ന സാധാരണക്കാരിയായ ഒരു പെൺകുട്ടിയുടെ പടം ലോകമെങ്ങും അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. ആ പെൺകുട്ടി അതീവ സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടി, കണ്ണ് നീലക്കണ്ണാണ്, അതെല്ലാവരെയും ആകർഷിക്കും. അവൾ വളയും മാലയും വിറ്റ് നടക്കുകയാണ് കുംഭമേള സ്ഥലത്തുകൂടി. ഏതോ ഒരു പത്രക്കാരൻ ആ കുട്ടിയെ കണ്ടെത്തി ഒരു ഫോട്ടോ എടുത്തു, അതങ്ങ് വൈറലായി. ഇന്ത്യ മുഴുവനും ലോകം മുഴുവനും ആ നീലക്കണ്ണ്, ആ കണ്ണുള്ള പെൺകുട്ടി പ്രശസ്തയായി. മെലിഞ്ഞുണങ്ങിയ ആ പെൺകുട്ടി ആ കണ്ണുകളൂടെ ചേർന്നപ്പം നല്ല സൗന്ദര്യവതിയായി എല്ലാവർക്കും തോന്നി. അങ്ങനെ അവളെ പ്രശസ്തമായി കഴിഞ്ഞ ചില സിനിമാ ഷൂട്ടിങ്ങുകാരുമൊക്കെ അവളുടെ പിന്നാലെ കൂടി. അങ്ങനെ ഒരു ഷൂട്ടിങ് കേരളത്തിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചു. അവളെ സ്നേഹിക്കുന്ന ആ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പയ്യൻ, ഫർമാൻ ഖാൻ എന്ന പയ്യൻ, അയാൾ ഈ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുംഭമേളയിലെ നീലക്കണ്ണ് പെൺകുട്ടി കേരളത്തിലെത്തി. അവിടെ അരുമാനൂര് ആ ശ്രീ നൈനാർ ദേവക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതയായി. 16 വയസ്സും 2 മാസം മാത്രമേ ആ വിവാഹ സമയത്ത് ആ കുട്ടിക്ക് പ്രായമുണ്ടായിരുന്നുള്ളൂ. ജനന സർട്ടിഫിക്കറ്റ് തിരുത്തി 18 വയസ്സ് തികച്ചാണ് ഫർമാൻ ഖാൻ ആ വിവാഹത്തിന് വേണ്ടി ഡേറ്റ് ഓഫ് ബർത്തുള്ള സർട്ടിഫിക്കറ്റുമായിട്ടൊക്കെ കേരളത്തിൽ വന്നത്. 2009 ഡിസംബർ 30 യഥാർത്ഥത്തിൽ അതിൻ്റെ ജനനം. മധ്യപ്രദേശ് DGPയും കേരള DGPയും ദേശീയ SC കമ്മീഷൻ മുമ്പേ ഹാജരാകാൻ നിർദ്ദേശം വന്നു കഴിഞ്ഞു. കാരണം പെൺകുട്ടി മൈനറായതുകൊണ്ട് ആ വിവാഹം നടത്തി ഇപ്പോൾ പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് ആ പ്രായപൂർത്തിയായ ഒരു വിവാഹത്തിന് കൊടുക്കുന്ന ഒരു സ്നിഗ്ധതയും അതിൻ്റെ നൈർമല്യവും അതിൻ്റെ നിയമപരമായ അവകാശങ്ങളും ഒന്നും ഈ കുട്ടിയുടെ കാര്യത്തിൽ നിലനിൽക്കില്ല. കുട്ടി മൈനറാണ്, 16 വയസ്സും 2 മാസവും ഉള്ളൂ. എന്തായാലും ഈ പെൺകുട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പം വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്നതെന്ന് കണ്ടപ്പം മാർക്സിസ്റ്റ് പാർട്ടിയിലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അവിടെ ഓടിയെത്തി വിവാഹത്തിന് പങ്കുചേർന്ന് അത് വൈറലായി. പക്ഷേ അവർ മനസ്സിലാക്കിയില്ല ഇതൊരു മൈനറായ പെൺകുട്ടിയാണെന്ന്. ഏതായാലും അവർ ആ വിവാഹ സമയത്ത് സർട്ടിഫിക്കറ്റൊക്കെ കണ്ടിരിക്കാം. 2008 ജനിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള സർട്ടിഫിക്കറ്റ്, അത് ഫർമാൻ ഖാൻ എന്ന് പറഞ്ഞ ആ നടൻ അയാൾ അത് ഉണ്ടാക്കിയതാണ് എന്നും പറയുന്നുണ്ട്. ദേശീയ SC കമ്മീഷൻ്റെ കണ്ടെത്തൽ ഈ കുട്ടി മൈനറാണെന്നുള്ളതാണ്. മധ്യപ്രദേശത്തിലെ കുട്ടിയാണിത്. ആ കുട്ടിയുടെ പിതാവ് ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിച്ചു, വളരെ വൈറലായി, അങ്ങനെ പ്രശസ്തിയായി കഴിഞ്ഞപ്പം ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോകാൻ മധ്യപ്രദേശിൽ നിന്ന് ഈ വിവാഹം നടന്ന സ്ഥലത്ത് വന്നതായിട്ടും വാർത്തയുണ്ടായിരുന്നു. 16 വയസ്സും 2 മാസം മാത്രമേ ആ കുട്ടിക്ക് പ്രായമുള്ളൂ. എന്തായാലും ഒരു മൈനറായ കുട്ടിയെ വിവാഹം കഴിച്ചു കൊടുത്തതിന് നിയമ നടപടി നേരിടേണ്ടി വരും CPM നേതാക്കൾ. അവരെ മധ്യപ്രദേശ് പോലീസ് അങ്ങോട്ടേക്ക് വിളിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.